ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അബൌട്ട് ഫിലിം. വീണ്ടും ഒരു മൂവി സെഷനാണ്. ദ ട്രൂത്ത് 1998 റിലീസായ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ഷാജി കൈലാസാണ്. സിനിമയുടെ കഥാ തിരക്കഥ സംഭാഷണം ചെയ്തിരിക്കുന്നത് എൻ സ്വാമിയാണ്. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ കേരള ചീഫ് മിനിസ്റ്റർ ഒരു ബോംബ് ബ്ലാസ്റ്റിൽ മരണപ്പെടുന്നു. ഇതാര് ചെയ്തു, എന്തിനു ചെയ്തു, എന്താണ് കാരണം, അതാണ് ഈ സിനിമയുടെ പ്ലോട്ട്. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ 98 ഇറങ്ങിയ പടമാണെങ്കിൽ ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് ഈ സിനിമയിൽ ത്രില്ലിംഗ് മൂമെൻറ്റ്സ് ഒക്കെ വർക്കാവുന്നുണ്ട്. കൂടെ തന്നെ ഈ സിനിമയുടെ ടോട്ടാലിറ്റിയുള്ള മേക്കിംഗ് വേറെ ലെവലാണ്. ആ കാലഘട്ടത്തിൽ ഇത്രയും അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതിന് വലിയ കാര്യമാണ്. പിന്നെ ഇത് സംവിധാനം ചെയ്തിരിക്കുന്ന ഷാജി കൈലാസാണ്, അത് തന്നെ മതി. ഇപ്പോഴത്തെ പടങ്ങൾ പുള്ളിക്കാരനെ നോക്കിയിട്ട് കാര്യമില്ല. ആ കാലഘട്ടത്തിൽ മൂപ്പര് ഫയറായിരുന്നു, വേറെ ലെവൽ പരിപാടിയാണ് കാട്ടി വെച്ചിട്ടുണ്ട് മൊത്തം. പിന്നെ ഓരോ കഥാപാത്രങ്ങൾക്കും കൊടുത്തിരിക്കുന്ന ഡെത്ത് ആണെങ്കിലും ശരി, ഓരോ ക്യാരക്ടേഴ്സിനും വരുന്നതും അവരുടെ ആ പെർഫോമൻസും ഒക്കെ അടിപൊളിയാണ്. അല്ല, ഇതിൽ പ്രധാനമായിട്ട് അഭിനയിച്ചവരെ പറ്റി പറയുകയാണെങ്കിൽ ഓൾവേസ് മമ്മൂക്ക വേറെ വൈബാണ് ഈ പടത്തിൽ. ലുക്കാണെങ്കിലും ശരി, വർക്കാണെങ്കിലും ശരി. പിന്നെ തിലകൻ, മൂപ്പര് ക്യാരക്ടർ കുറച്ച് ക്രൂക്കിയാണ്, പക്ഷേ ആ ക്യാരക്ടർ ഇപ്പോൾ കാണുമ്പോൾ കുറച്ച് കോമഡി ആയി തോന്നും, എങ്ങനെ ഇതൊക്കെ നടക്കണമെന്ന്. പക്ഷേ ആ കാലഘട്ടത്തിൽ പിന്നെ എൻ സ്വാമി എഴുതുന്ന കഥയിലൊക്കെ കുറച്ച് ദൈവികം ടച്ച് കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അത് വർക്കായിട്ടുണ്ട് അന്നത്തെ കാലത്ത് കേട്ടോ. ഇപ്പോഴും കണ്ടിരിക്കുമ്പോൾ രസം തോന്നുന്നതൊക്കെ. പിന്നെ ബാലേന്ദ്രമേനോൻ്റെ CM ക്യാരക്ടർ കുറച്ചേ ഉള്ളൂ, പക്ഷേ പടത്തിൽ അത് വേറെ ലെവലായിട്ട് വർക്കാവണം. മൂപ്പര ക്യാരക്ടർ ആണെങ്കിൽ അതൊരു പവർ നമുക്കിട്ട് കിട്ടും. കുറച്ച് നേരം ഉള്ളൂ, പക്ഷേ ഉള്ള അടിപൊളിയാണ്. പിന്നെ മുരളി, വാണി വിശ്വനാഥ്, ദിവ്യ ഉണ്ണി, ജനാർദ്ദൻ, കൊച്ചിൻ ഹനീഫ, NF വർഗീസ് എല്ലാവരും അവർക്ക് കിട്ടിയ ക്യാരക്ടറൊക്കെ അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഈ ബ്ലാസ്റ്റ് ചെയ്തൊരു ലേഡിയാണെന്നാണ് പറയപ്പെടുന്നത്. ഈ ലേഡി ഇത് എന്തിനു ചെയ്തു, അല്ലെങ്കിൽ ആർക്ക് വേണ്ടി ചെയ്തു, ഇത് ലേഡിയാണോ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഈ സിനിമയിൽ നമ്മൾക്ക് മുമ്പിൽ വെച്ചിട്ടാണ് ഇത് പോണത്. ഈ സിനിമയിൽ അന്വേഷണം ആദ്യം കിട്ടുന്നത് വാണി വിശ്വനാഥിൻ്റെ അടുത്താണ്. പക്ഷെ അവർ അന്വേഷിച്ചിട്ട് ഈ കേസ് എവിടെ എത്താതെ ആകുമ്പോൾ ഇവർ വേറൊരു ടീമിന് കൊടുക്കും. ആർക്ക്? മമ്മൂട്ടിയുടെ ടീമിന് കൊടുക്കും. മമ്മൂട്ടിയുടെ ടീം എന്ന് പറയുന്നത് ഡൽഹിയിൽ നിന്ന് വരുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ക്രൂ ആണ്. അവർ ഈ കേസിൽ വരുന്നതും ശേഷം ഈ കേസിലുണ്ടാവുന്ന ഡെവലപ്മെൻറ്റ്സും അതെങ്ങനെ പ്രതിനെ കണ്ടെത്താൻ സഹായിക്കുന്നു എന്നുള്ളതൊക്കെയാണ് സിനിമയുടെ കഥ. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഇപ്പോഴും ഈ സിനിമ നമുക്ക് എൻഗേജിങ് ആയി കാണാൻ കഴിയണമെങ്കിൽ പ്രധാന റീസൺ സ്ക്രിപ്റ്റാണ്. കാരണം ഇപ്പോൾ ഉള്ള പല സിനിമകളിലും നമുക്ക് മിസ്സിങ് ആവുന്നതും അതൊക്കെ തന്നെയാണ്. പിന്നെ ഇതിലുള്ള അഭിനേതാക്കൾ പറഞ്ഞാൽ ഓരോ ക്യാരക്ടേഴ്സും നമുക്ക് വേണ്ടിയിട്ട് അത്രയും നമുക്ക് കണക്റ്റ് ആവുന്നുണ്ട്. കാരണം അവരുടെ പെർഫോമൻസ് പറയുമ്പോൾ നമുക്ക് വേണ്ടി തോന്നും, ഓക്കെ ഇവർ ഈ ക്യാരക്ടറിന് പക്കയാണല്ലോ, നല്ല രസമുണ്ടല്ലോ എന്ന്. അങ്ങനെ ഡിസൈൻ ചെയ്തുകൊണ്ടാണ്. പിന്നെ ഈ സിനിമയിൽ പറയുന്ന കുറേ ടെക്നിക്കൽ ടേംസ് ഉണ്ട്, അതൊക്കെ എപ്പോഴും കാണും കുറച്ച് ഓവർ ദ ടോപ്പ് തോന്നും, പക്ഷെ അതൊക്കെ രസമാണ്. നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതൊക്കെ. പടത്തിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്ന രാജമണി സാറാണ് കേട്ടോ. മൂപ്പര് പറഞ്ഞാൽ ഇപ്പോഴത്തെ അനിരുദ്ധിനെ പോലെ അന്നത്തെ കാലത്ത് തന്നെ ചെയ്യണ BGM ആണെങ്കിലും ശരി, സോങ്സ് ആണെങ്കിലും ശരി, ഒക്കെ വേറെ വൈബായിരിക്കും. നല്ല ബീറ്റ് ഇങ്ങനെ തന്നെ കയറിപ്പോട്ടാവും, നല്ല ക്വാളിറ്റിയിൽ. ഈ സിനിമ ഇപ്പോൾ ശ്രീ മൂവീസിൻ്റെ മാറ്റ്നീനോ പറഞ്ഞാൽ 4K ഫിലിംസ് റിലീസ് ചെയ്യുന്ന ടീമിൻ്റെ ഇതിൽ കിടക്കുന്നുണ്ട്. നല്ല ക്വാളിറ്റിയിൽ നല്ലൊരു സബ്സിസ്റ്റൊക്കെ വെച്ചിട്ട് ഈ പടപ്പം കണ്ടാൽ നിങ്ങൾക്ക് ആ മ്യൂസിക്കും അതിൻ്റെ ഒരു ടോട്ടാലിറ്റിയിൽ വരുന്ന ആ പവറും കൂടി കിട്ടും. പിന്നെ ഈ സിനിമയിൽ പ്രധാനമായിട്ട് പറയേണ്ട ഒരാളുടെ ക്യാരക്ടർ ഉണ്ട്, അതായത് ബാബു നമ്പൂതിരി. വളരെ കുറച്ച് സീനുകളിൽ മാത്രമേ വരുന്നുള്ളൂ പുള്ളി, പക്ഷെ ആ വരുന്ന പോയിൻ്റ് മൊത്തം വേറെ ലെവലിൽ മൂപ്പര് തൂക്കി കൊണ്ടുപോവാണ്. കാരണം അടിപൊളി പെർഫോമൻസ്. മൂപ്പര് അങ്ങനെ അധികം പടങ്ങളിലൊന്നും അത്ര നല്ല ക്യാരക്ടർ നമ്മൾ കാണലില്ല. കാണുകയാണെങ്കിൽ തന്നെ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഈ സിനിമയത്തെ മൂപ്പര് പെർഫോമൻസ് പറഞ്ഞാൽ വേറെ ലെവൽ, അത് നമുക്കത് കൊള്ളും ആ അവസ്ഥ കാണുമ്പോൾ. പിന്നെ മമ്മൂക്കാൻ്റെ ലുക്കിനെ പറ്റി ഞാൻ അതിൽ പറഞ്ഞിരിക്കാൻ പറ്റൂല. കിട്ടില്ല ലുക്കാട്ടോ മൂപ്പര് ഇതിൽ കാണാൻ. എന്ത് രസം അറിയോ, ആളാ ഒരു കണ്ണടിയും വെച്ചിട്ട് മൂപ്പരാളാ ഫുൾ ഇൻസൈഡ് ലുക്കിൽ ഇങ്ങനെ ഒരു ഓക്കെ ഇതൊരു ഓഫീസർ, ഇയാൾ കണ്ടുപിടിക്കും തോന്നുന്നു നമുക്ക്. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. പിന്നെ ഈ സിനിമയിൽ ജനാർദ്ദൻ സാറിൻ്റെ ഒരു ചെറിയ കോമഡി ലൈൻ ഉണ്ട്, നല്ല രസമാണ് സംഭവം. ഫസ്റ്റൊക്കെ നമുക്ക് മൂപ്പരാളെ ക്യാരക്ടർ കാണുമ്പോൾ ഒരു മണ്ടനായി തോന്നും, പക്ഷെ പിന്നെ മൂപ്പരാളെ ക്യാരക്ടറും ഈ സിനിമയിൽ വേറെ വൈബിൽ ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ മുരളി സാറിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ സിനിമയിൽ ഒരു കിടിലൻ ക്യാരക്ടർ തന്നെയാണ് മൂപ്പരുടെ. നല്ല പെർഫോമൻസ് ആണ്, അത് ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ വേറെ ലെവലുണ്ട്. പിന്നെ വാണി വിശ്വനാഥിൻ്റെ ഈഗോ ക്ലാഷ്, മമ്മൂട്ടി വാണി വിശ്വനാഥ് തമ്മിലുള്ള ഈഗോ ക്ലാഷ് ഈ പടത്തിൽ നല്ല രസമായിട്ട് വർക്കാവുന്നുണ്ട്. ടോട്ടലി ഫസ്റ്റ് ഹാഫിനേക്കാൾ ഈ സിനിമ സെക്കൻഡ് ഹാഫ് എത്തുമ്പോഴാണ് ഒന്നും കൂടി നമുക്ക് ഹുക്കാവുക. കാരണം ഫസ്റ്റ് ഹാഫിൽ ഈ സ്റ്റോറിയിലേക്ക് കടക്കലാണ്, പിന്നെ ഈ ഇൻവെസ്റ്റിഗേഷൻ പാർട്ടിലേക്ക് കടക്കുമ്പോൾ ഈ സിനിമ ഒന്നുകൂടി എൻഗേജിങ് ആവണ്ടേ. ആ സീക്വൻസൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് ഇവർ എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ നമ്മളത് ഇരുത്തി, അതായത് ക്ലിഫ് ആംഗിൾ വെച്ചിട്ട് നമ്മളങ്ങനെ കൊണ്ടുപോകും. ഇടയിൽ വരുന്ന കുറേ പ്ലോട്ട് ട്വിസ്റ്റുകളുണ്ട്, അതൊക്കെ വേറെ ലെവലാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഓരോ സമയത്തും ഓരോ ക്യാരക്ടേഴ്സിനും വെച്ച് ഇവർ ലിഫ്റ്റ് ചെയ്യാണ് ഈ സിനിമ. അതായത് നമ്മൾ ഓരോ ക്യാരക്ടേഴ്സിലേക്കും നമ്മൾ ചെല്ലുന്നതിനനുസരിച്ച് ഈ സിനിമ നമുക്ക് അതിലെ ഓരോ കഥാപാത്രങ്ങളുടെയും പെർഫോമൻസ് ആണെങ്കിലും ശരി, അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ആണെങ്കിലും ശരി, അതൊക്കെ നമ്മൾ അങ്ങോട്ട് വീണ്ടും നമ്മളതിലേക്ക് എടുക്കും. കാരണം ഇതിൽ വളരെ കുറച്ച് സീനിൽ വരുന്ന അഗസ്റ്റിൻ പോലും നല്ല രസമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ സായി കുമാറിൻ്റെ റോള് വളരെ കുറച്ചുള്ളൂ, പക്ഷെ ഉള്ളതൊക്കെ ഒരു നീറ്റ് ക്യാരക്ടറായിട്ടാണ് പോകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് എല്ലാവരും നല്ല വൃത്തിക്ക് അഭിനയിച്ച നല്ലൊരു സിനിമയാണ്.
പഴയ സിനിമകൾ കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ തലമുറയിലുള്ള ആൾക്കാരോട് പറയാനുള്ളത് പഴയ സിനിമകൾ രസം ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് തള്ളിക്കളയരുത്. കാരണം രസമാണ്. കാരണം അങ്ങനെയുള്ള സിനിമകൾ ഇപ്പോൾ വരുന്നില്ല. പിന്നെ നമ്മളൊക്കെ നടന്മാരുടെ ഒരു യങ് ഏജ്, അതായത് അവരുടെ ഒക്കെ ഒരു ഫുൾ ഫയറായി നിൽക്കുന്ന ആ ടൈമിലുള്ള കുറേ പെർഫോമൻസുകളുണ്ട് ഈ സിനിമയിലൊക്കെ. അതൊക്കെ വേറെ ലെവലിൽ നമുക്ക് കാണണമെങ്കിൽ ഇങ്ങനത്തെ പടം കാണണം. അതുപോലെ നമ്മളെ പഴയ ഡയറക്ടർമാരെപ്പം നമുക്ക് കാണുമ്പോൾ അണ്ടർ റേറ്റഡ് ആയി തോന്നും. പക്ഷേ അവരൊക്കെ ആ കാലത്ത് തന്നെ വേറെ ലെവലിൽ കുറേ പടം എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളൊരു സത്യം. അപ്പോൾ എല്ലാവരും ഇത് കാണുക, ഇങ്ങനെയുള്ള പടങ്ങൾ കാണുക. ഞാൻ ഇനി ഇതുപോലത്തെ സജഷൻസ് ആയിട്ട് വരും. അടുത്ത ലാലേട്ടൻ്റെ നിർണയം എന്ന് പറഞ്ഞ സിനിമയെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോണത്. അപ്പോൾ ഇന്ന് ഈ സിനിമയെ പറ്റിയിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങളിത് കാണണം. എന്നിട്ട് ഈ പടം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മളെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. കണ്ടവരാണെങ്കിൽ അതും പറയണം. പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മൾ ഇനിയും പുതിയ വീഡിയോകളായിട്ട് വരും.